എല്ലാവർക്കും ഭഗവത്ഗീത അധ്യയനത്തിലേക്ക് സ്വാഗതം. ഇന്ന് 137-ാം ദിനമാണ്. ഭഗവത്ഗീത അധ്യയനം തുടങ്ങിയിട്ട് 14-ാം ചാപ്റ്റർ ഗുണത്രയ വിഭാഗ യോഗമാണ് ഇന്ന് പഠിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ആദ്യമായി ചാൻഡിങ് റിവിഷൻ നടത്തുന്നത് ശ്ലോകം 13 മുതൽ 15 വരെ ഓമന CK ഒക്കെയാണ്. 16 മുതൽ 18 വരെ ചെയ്യുന്നത് മൃദുല ഒക്കെയാണ്. 19 മുതൽ 21 വരെ ചെയ്യുന്നത് ഓമനക്കുട്ടിയൊക്കെയാണ്. അതുപോലെ ചാൻഡിങ് ഗൈഡൻസ് നമ്മുടെ പ്രിയപ്പെട്ട സരോജിനി ഒക്കെയാണ് ചെയ്യുന്നത്. 22, 23, 24 ശ്ലോകങ്ങളുടെ റെപ്പറ്റീഷൻ ഓഫ് ചാൻഡിങ് നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാർവതിയൊക്കെയാണ്. എക്സ്പ്ലനേഷൻ തരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗോപകുമാർ അണ്ണനാണ്. ആദ്യമായി ധ്യാന ശ്ലോകത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രേമലതാക്കയെ ക്ഷണിക്കുന്നു. ഹരിയോം പ്രേമലതാക്ക. ഓം ശ്രീ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവദ്ഗീതാധ്യാനം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവാദ്വേഷിണീ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര ഏന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സംസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവ വസുധാം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹിനീ കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമഘരാ ദുര്യോധനാവർത്തിനീ സോതീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തകേശവഃ. പാരാശര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഹഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമലപ്രധ്വംസിനം ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം
യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്യന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ഇനി അടുത്തതായി ശ്ലോകം ചാൻഡിങ് റിവിഷൻ ആണ് നടക്കുന്നത്. ശ്ലോകം 13 മുതൽ 15 വരെ ഓമന CK അക്ക, 16 മുതൽ 18 വരെ മൃദുല അക്ക, 19 മുതൽ 21 വരെ ഓമനക്കുട്ടി അക്ക. ഹരി ഓം. ഹരി ഓം. ഓമന CK അക്ക. അപ്രകാശോ പ്രവൃത്തിച്ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ പ്രവൃദ്ധേ കുരു നന്ദന. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭൃദ് തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യത്തെ. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായത്തെ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായത്തെ. ഹരി ഓം. കർമ്മണ സുകൃതസ്യാഹുഃ സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം. സത്വാത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹൗ തമസഃ ഭവതോ ജ്ഞാനമേവ ച. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാഃ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഘന്യഗുണവൃത്തിസ്ഥാഃ അധോ ഗച്ഛന്തി താമസാഃ. ഹരി ഓം. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. ഗുണാനേതാനദിത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർഹി വിമുക്തിമുക്തോ മൃത അശ്നുതേ. അർജുന ഉവാച കൈർലിംഗൈർസ്ത്രീൻ ഗുണാനേതാ അതേതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈത്തേൻ ത്രീൻ ഗുണാനദീവതസ്തദേ. ഹരി ഓം. ഹരി ഓം. ഇനി നമുക്ക് നമ്മുടെ അധ്യയനത്തിലേക്ക് കടക്കാം. അത് ചാൻഡിങ് ഗൈഡൻസിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സരോജിനിയൊക്കെയാണ്. 22, 23, 24 എന്നീ ശ്ലോകങ്ങളുടെ റെപ്പറ്റീഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത് പാർവതിയൊക്കെയാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ അണ്ണനാണ്. ഹരി ഓം. ഹരി ഓം സരോജിനിയക്ക. ഹരി ഓം. ശ്ലോകം 22. ശ്രീ ഭഗവാനുവാച. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ. പ്രകാശം ച പ്രവൃത്തിം ച
മോഹമേവ ച പാണ്ഡവ न द्वेष्टि सम्प्रवृत्तानि न निवृत्तानि काङ्क्षति ന ദേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാക്ഷതി प्रकाशं च प्रवृत्तिं च मोहमेव च पाण्डव न द्वेष्टि सम्प्रवृत्तानि न निवृत्तानि काङ्क्षति പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാക്ഷതി ശ്ലോകം 23 ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാവർത്തന്ത ഇത്യേവ യോവതിഷ്ഠതി നേംഗതേ ഗുണാവർത്തന്ത ഇത്യേവ യോവതിഷ്ഠതി നേംഗതേ ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാവർത്തന്ത ഇത്യേവ യോവതിഷ്ഠതി നേംഗതേ ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാവർത്തന്ത ഇത്യേവ യോവതിഷ്ഠതി നേംഗതേ ശ്ലോകം 24 സമദുഃഖസുഖസ്വസ്ഥഃ സമലോഷ്ടാശ്മകാഞ്ചനഃ സമദുഃഖസുഖസ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീരഃ തുല്യനിന്ദാത്മസംസ്തുതിഃ തുല്യപ്രിയ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസൃതിം സമദുഃഖസുഖസ്വസ്ഥഃ സമലോഷ്ടാശ്മകാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോ ധീരഃ തുല്യനിന്ദാത്മസംസ്തുതിഃ സമദുഃഖസുഖസ്വസ്ഥ സമലോഷ്ടാത്മകാഞ്ചന തുല്യപ്രിയ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസൃതിം ഹരി ഓം. 2, 23, 24 എന്നിവയുടെ എക്സ്പ്ലനേഷൻ ബഹുമാനപ്പെട്ട ഗോപകുമാർ അണ്ണനിൽ നിന്ന് കേൾക്കാം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. അങ്ങനെ അർജുനൻ ചോദിക്കുന്നു, ഈ ഗുണങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ആത്മസാക്ഷാത്കാരം ഉണ്ടായ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ മനസ്സിലായ ഒരാളില് എങ്ങനെയാണ് ഈ ഗുണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദ്യം 21. അപ്പൊ അതിന്റെ ഉത്തരമായിട്ടാണ് ഈ 3 പിന്നെ കുറച്ച് ബാക്കിയോ ഇനി മുൻപോട്ടുള്ളത്. ഇപ്പൊ 22, 23, 24 നമ്മൾ ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ് ഒരു ജീവൻ മുക്തൻ, ഇല്ലെങ്കിൽ സത്യം ഇപ്പോൾ മനസ്സിലായ, ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസരായാലും രമണ മഹർഷി ഇങ്ങനത്തെവരൊക്കെ എങ്ങനെയാണ് ഇതിനെ, ഈ ഗുണങ്ങളെ കണ്ടിരുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ 22 പ്രകാശം ച പ്രവൃത്തും ച മോഹമേവ ച പാണ്ഡവ. പ്രകാശം എന്ന് പറഞ്ഞാൽ സത്വഗുണം, പ്രവൃത്തിം രാജസിക ഗുണം, മോഹം മേവ, മോഹം താമസിക ഗുണം. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ ന ദ്വേഷ്ടി, ഇതിനെ ദ്വേഷ്ടിക്കുന്നില്ല,
ഇതിനോട് ദേഷ്യപ്പെടുന്നില്ല, ഇത് വന്നാ ദേഷ്യപ്പെടുന്നില്ല. ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഇതില്ലെങ്കിൽ ഓ ഇതെന്താ വരാഞ്ഞ് എന്ന് പോലും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഇല്ലെങ്കിൽ സാത്വികഗുണം ഇല്ലെങ്കിലും ഇല്ലെങ്കിലില്ല. അതുകൊണ്ട് ഇത് ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ യാതൊരു മാറ്റവും ഈ സത്യത്തെ മനസ്സിലാക്കിയവർ ഇവർക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതേപോലെ തന്നെയാണ് അടുത്ത ശ്ലോകവും. അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. 23 ഉദാസീനവദ സീനോ. ഇവിടെ ഉദാസീനം എന്ന് പറഞ്ഞാല് പൊതുവെ നമ്മൾ ദുഃഖിച്ചിരിക്കുന്നതൊക്കെ ഹിന്ദിയിൽ അങ്ങനെയാന്ന് തോന്നും. നമ്മുടെ ഒരു പാട്ടുകാരനുണ്ടല്ലോ, പങ്കജ് ഉദാസ്. ഉദാസ് എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകാരനാണ്, ഗസൽ പാട്ടുകാരൻ, മരിച്ചുപോയി. ഉദാസീനവദ സീനോ. ഇവിടെ ഉദാസീനം എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിഫറൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സംഘവുമില്ലാതെ, ഒരു താല്പര്യവുമില്ല. അതാണ്, ഇതിലൊന്നും ഒരു താല്പര്യവുമില്ലാതിരിക്കുകയാണ്. ഉദാസീനവദ സീനോ ഗുണയോ ന വിചാല്യത്തെ. ഈ ഗുണങ്ങൾ എന്ത് വന്നാലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വർത്തന്ത ഇത്യേവ യോ വതിഷ്ഠതി നേൻഗത്തെ. ഈ ഗുണങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായ ഒരാൾക്ക് ഈ ഗുണങ്ങൾ അവരിൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. അവരെപ്പോഴും അൺഡിസ്റ്റർബ്ഡ് ആണ്, ഒരേ രീതിയിൽ ഇരിക്കുന്നു, യാതൊരു മാറ്റവും. ഇപ്പൊ കഴിഞ്ഞത് പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു രീതി പറഞ്ഞിരിക്കുക. അടുത്ത ശ്ലോകം കൂടെ നോക്കാം. അടുത്ത ശ്ലോകത്തിൽ ഇത് തന്നെയാണ് ഏകദേശം പറയുന്നത്. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ട. അപ്പൊ സമമായിട്ടാണ്, ദുഃഖവും സുഖവും സമമായിട്ടാണ് കാണുന്നത്. സ്വസ്ഥ, ഒരു മാറ്റവും ഇല്ലാതെ വളരെ ഒരേ രീതിയിലിരിക്കുന്നു. സമലോഷ്ട അസ്മ, മണ്ണ്, കല്ല്, മണ്ണ്. ആദ്യം ലോഷ്ട എന്ന് പറഞ്ഞാല് മണ്ണാന്ന് തോന്നുന്നു. അസ്മ കല്ല്, പിന്നെ കാഞ്ചന സ്വർണം, പൊന്ന്. കല്ല്, മണ്ണ്, പൊന്ന് എന്തായാലും ഒരേപോലെ കാണുന്നു. തുല്യ അപ്രിയ പ്രിയോ. അപ്രിയമായിട്ടായാലും പ്രിയമായിട്ടായാലും ഒരേ രീതിയിൽ കാണുന്നു. ധീര എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആള്. തുല്യ ആത്മ സംസ്തുതി. അപ്പോ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരുപാട് നല്ലത് പറഞ്ഞാലും ഒരേപോലെ കാണുന്നു. അപ്പൊ പൊതുവെ ഈ 3 ശ്ലോകങ്ങളിലും ഗുണങ്ങൾക്ക് അതിൻ്റെ നമ്മളിലുള്ള ശക്തി. ഇപ്പൊ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വന്നാൽ മതി. ഇപ്പൊ വാട്സപ്പില് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഉടനെ എക്സിറ്റ് ആവും. പിന്നെ ഇപ്പോ കല്യാണം കഴിഞ്ഞവർ എത്രയോ പേര് ഒന്നും വേണ്ട, ഒരു കാരണവും വേണ്ട, ഡൈവേഴ്സ് ആവുന്നു. പിന്നെ എത്രയോ പേര് വേറെ എന്തെല്ലോ ചെയ്യുന്നു. ഇത്ര വലിയ വലിയ ആൾക്കാരൊക്കെ പോയി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ വായിക്കുന്ന ബുക്ക് ശ്രീ രംഗനാഥാനന്ദജി മഹാരാജ്, എൻ്റെ ഗുരുവാണ്. രാമകൃഷ്ണ മഠിലെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഈ സ്വാമിജി എഴുതിയ ബുക്കിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും വേണ്ടിയതാണെന്ന് പറയുന്നു. അല്ലാതെ ഹിമാലയത്തിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ സന്യാസികൾക്ക് മാത്രമല്ല, ഈ ഗുണം കുറച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോകത്തില്ല ആണ് പറയുന്നത്. അപ്പോൾ ഈ പലരും വളരെ സെൻസിറ്റീവായിരിക്കും.
നമ്മൾ നമ്മൾ ചില മൂഡിൽ നമ്മൾ സെൻസിറ്റീവ് ആവും. ചില കാര്യങ്ങൾ ചിലവർക്കാണെങ്കിൽ കാശിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അവർ അലർട്ടാവും. ചിലവരാണെങ്കിൽ സ്വർണത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ട് ഓരോരുത്തർക്കും ഉടനെ അലേർട്ടാവും. അന്ന് നിങ്ങൾ അത് തന്നില്ല, ഇന്ന് ഇത് തന്നില്ല എന്നുള്ള ഒരു പല കാര്യങ്ങൾ. സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ പലരുടെ മനസ്സിലും ഒരു മോളുണ്ട്, സ്വർണം എല്ലാം ചേർത്ത് വെക്കണം, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചില കാര്യങ്ങളിൽ, ചിലവർ ആഹാരം എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും ഒരേപോലെ സെൻസിറ്റീവ് അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ചില ഏരിയാസിൽ വളരെ സെൻസിറ്റീവ് ആവും. ചിലവരോട് വയസ്സ് ചോദിച്ചാൽ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഈ സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശരിക്കും വർക്കാവത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്, ധീര ഒരിടത്ത് സമമായിട്ട് എപ്പോഴും സമമായിട്ടിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ രാജസിക് ഭാവം വരുമ്പോൾ, ഒരുപാട് ദേഷ്യം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു സമാജത്തിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന ചില ഗുണങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. ചിലതൊക്കെ കേട്ടില്ല എന്ന് നമ്മൾ നടിച്ച് നടക്കണം. ചിലവരൊക്കെ എന്തെല്ലോ പറയുന്നു, ചിലപ്പോൾ കേട്ടിട്ട് കേൾക്കാത്ത പോലെ നടക്കണം. ചിലവർ വിചാരിക്കും വട്ടാണോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു പോസിബിളും ഇല്ലല്ലോ, എന്തൊരു മനുഷ്യൻ. എനിക്ക് ഓർമ്മ വരുന്ന പണ്ടൊരു പിക്ചർ കണ്ടത്, ഗോപി, നമ്മുടെ ഭരത് ഗോപി, ഇപ്പോഴത്തെ സുരേഷ് ഗോപി അല്ല, ഭരത് ഗോപി, ഒരു പിക്ചറിൽ ഇങ്ങനെ റോഡ് വഴി കൂടെ പോകുമ്പോൾ ഒരു വണ്ടി സ്പീഡിൽ പോകുമ്പോൾ അവിടെ റോഡിലുള്ള ചളിയെല്ലാം മേത്തോട്ട് തെറിക്കും. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ ഭരത് ഗോപി പറയുന്നത്, എന്തൊരു സ്പീഡ്, ചിരിച്ചുകൊണ്ട് പറയാം, ഫുള്ള് ചെളിയായിരിക്കുക. ആ പിക്ചറിൽ ശരിക്കും ഭരത് ഗോപി ഒരു മനസ്സ് ഫുള്ളായിട്ട് മെച്യൂർ ആവാത്ത ഒരു ക്യാരക്ടറാണ്. കൊടിയേറ്റം അങ്ങനെ കണ്ടാൽ തോന്നും. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ ഇരിക്കണം തന്നെയാണ് പറയുന്നത്. നമ്മുടെ സ്വാമി വിവേകാനന്ദനെ പറ്റി ചിലവർ പറയുമ്പോൾ, ഈ ഹാഡ് എ സിംപ്ലിസിറ്റി ഓഫ് എ ചൈൽഡ്. എപ്പോഴും വളരെ സിമ്പിൾ ആയിരിക്കും. അതൊരു ലക്ഷണമാണ്, വളരെ സിമ്പിളായിട്ട്. അങ്ങനെ ഒരുപാട് റൂളും മനയും. ഫ്രണ്ട്സൊക്കെ, ഒരു ക്ലാസ്മേറ്റ് വന്ന് സ്വാമി വിവേകാനന്ദൻ ഇത്രയും ഫേമസ് ആയി കഴിഞ്ഞിട്ട് ഫ്രണ്ട് വന്ന് ചോദിക്കും, നിങ്ങൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്കൊരു പേടി. അപ്പോൾ വിവേകാനന്ദൻ പറയും, ഞാൻ അന്നത്തെ ആൾ തന്നെ, നീ അങ്ങനെ അന്ന് എങ്ങനെ കണ്ടിരുന്നോ അതേപോലെ കാണണം. നമ്മുടെ കാഴ്ചയിലോ അങ്ങനെ ഒന്നും അല്ലല്ലോ വ്യത്യാസം. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ, എന്തെങ്കിലും ഒരാൾ പുകഴ്ത്തുമ്പോൾ ചിലപ്പോൾ മെല്ലെ നമ്മളങ്ങ് പറന്നു പോകും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ചിലപ്പോൾ ചിലവരിങ്ങനെ പുകഴ്ത്താറുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ കുറച്ച് നേരം ഇങ്ങനെ വായിച്ച് രസിക്കും. ഞാൻ വായിച്ച് രസിച്ചിട്ടുണ്ട്. പലരും എഴുതിയത്, ആഹാ എന്ത് സുഖം. അതേപോലെ ഒരു ലൈൻ എഴുതിയാൽ മതി, ഇത് ശരിയായില്ലെന്ന്, അതോടെ നമ്മുടെ ഫുൾ മൂഡേ തെറ്റിപ്പോയി. ഇതാണ് ഈ 3 കാര്യവും ഏകദേശം സെയിം ആണ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻ, പ്രാണായാമം, മെഡിറ്റേഷൻ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഇതൊരു കഷ്ടം തന്നെയാണ്. നമുക്ക് ഒരു ധൈര്യം വേണം. ഒന്ന്, എന്തായാലും ഞാൻ സഹിക്കാം എന്നുള്ളൊരു ഒരു ഡിവോഷൻ, അത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മുടെ മക്കളോ ആരെങ്കിലും ഒരു യാത്രയ്ക്ക് പോയി, അല്ലെങ്കിൽ ആരോ എവിടോ യാത്രയ്ക്ക് പോയി, അപ്പോൾ നമ്മൾ അയ്യോ പ്രാർത്ഥിച്ച് ഇങ്ങനെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പലരും അങ്ങനത്തെ ഓരോരോ കാര്യത്തിലൊക്കെ നമ്മളാണ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് അങ്ങ് ടെൻഷനാവുന്നത്. അത് വിട്ടുകൊടുക്കുന്നില്ല നമ്മൾ. ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളൊന്നും വിട്ടുകൊടുക്കാറില്ല. ശരിക്കും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എന്നാലും ആ ഒരു ടെൻഷനിൽ നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾ വേറൊരു
രാജസിക് താമസിക് മോസ്റ്റ്ലി താമസിക് ഏരിയയിലാണ് ഞാൻ പൊതുവെ എന്നെ പറ്റി മനസ്സിലാക്കുന്നത്. ഏതായാലും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ കുറച്ചൊക്കെ പ്രാണായാമം ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും രംഗനാഥൻജി മഹാരാജ് നമ്മുടെ രാജ്യവും താമസിക് മൂഡിൽ നിന്ന് ഇപ്പോൾ ഒരു രാജസിക് സ്ഥിതിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ബുക്ക് എഴുതുമ്പോൾ എനിക്കിത് ഒരു 10, 30, 40 വർഷം മുമ്പ് എഴുതിയ ബുക്കാന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു കൺട്രി ആയിട്ടും നമ്മൾ മെല്ലെ മുൻപോട്ട് പ്രോഗ്രസ് ആവുകയാണ്. അപ്പോൾ സാത്വിക് ഭാവങ്ങളൊക്കെ ഇനിയും കൂടാനുള്ള സാധ്യതകളാണ് മുൻപോട്ടുള്ളത്. ഹരിയോം. ഹരിയോം അണ്ണ, ഇത്രയും മനോഹരമായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അണ്ണൻ ഇത് പറഞ്ഞു തന്നു. ഹരിയോം ഹരിയോം. അടുത്തതായിട്ട് നമുക്ക് 25, 26, 27 എന്നീ ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളത്. അത് റെപ്പിറ്റേഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത് സരസ്വതി ആറൊക്കെയാണ്. എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗംഗ രാജേന്ദ്രനൊക്കെയാണ്. ഹരിയോം സരോജിനിയക്ക. ഹരിയോം. ശ്ലോകം 25. മാനാപമാനയോസ്തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോഃ. മാനാപമാനയോസ്തുല്യഃ സ്തുല്യോ മിത്രാരിപക്ഷയോഃ. സർവാരംഭ പരിത്യാഗി ഗുണാതീതഃ സ ഉച്യത്തെ. സർവാരംഭ പരിത്യാഗി ഗുണാതീതഃ സ ഉച്യത്തെ. മാനാപമാനയോസ്തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോഃ. സർവാരംഭ പരിത്യാഗി ഗുണാതീതഃ സ ഉച്യത്തെ. മാനാപമാനയോസ്തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോഃ. സർവാരംഭ പരിത്യാഗി ഗുണാതീതഃ സ ഉച്യത്തെ. അടുത്ത 26-ാമത്തെ ശ്ലോകം. മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ. മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ. സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. സഗുണാൻ സമിതിത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ. സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവത്തെ. സഗുണാൻ സമിതിത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പത്തെ. ശ്ലോകം 27. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച. ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച.
ब्राह्मणो हि प्रतिष्ठाहम् अमृतस्य व्ययस्य च शाश्वतस्य च धर्मस्य सुखसैकान्तिकस्य च। ओम तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुन संवादे गुणत्रय विभागयोगो नाम चतुर्दशोऽध्यायः। हरि ओम. ഹരി ഓം. അടുത്തതായി നമുക്കിതിന്റെ വ്യാഖ്യാനം, എക്സ്പ്ലനേഷൻ നമ്മുടെ പ്രിയപ്പെട്ട ഗംഗാ രാജേന്ദ്രനൊക്കെയിൽ നിന്നും കേൾക്കാം. ഹരി ഓം. ഹരി ഓം. നമ്മള് ഈ ഗുണത്രയ വിഭാഗ യോഗത്തിലെ ഏറ്റവും അവസാനത്തെ 3 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് നോക്കുന്നത്. ഇവിടെ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്ത് ത്രിഗുണങ്ങൾ എന്താണ്, അവയുടെ സ്വഭാവം എങ്ങനെയാവണം, അവ നമുക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുക എന്നൊക്കെ ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു. എന്തിനാണിത് പറഞ്ഞത്? ഭഗവാൻ എന്തിനാ അത്ര അധികം എക്സ്പ്ലെയിൻ ചെയ്തത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഏത് ഗുണമാണ് നമ്മിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിനാണ് ഭഗവാൻ പറഞ്ഞത് ഒരു എന്താ പറയാ നൈർമല്യമുള്ളതാവണം നമ്മുടെ മനസ്സ്. എങ്ങനെ? ഒരു വ്യക്തമായ കണ്ണാടി കൂട് പോലെ വളരെ നിർമ്മലമായ മനസ്സ്. അപ്പം എത്രത്തോളം വ്യക്തത നമ്മുടെ മനസ്സിനുണ്ടോ അത്രത്തോളം അവിടെ നമ്മുടെ മനസ്സിൽ സത്വഗുണം പ്രകാശിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് അഴുക്ക് പിടിച്ചതാണെന്നുണ്ടെങ്കിൽ അത് രജോ ഗുണപ്രദമായ ഒരു മനസ്സാണ് നമ്മളുടെ. അപ്പൊ മുഴുവൻ അഴുക്ക് പിടിച്ചൊരു കണ്ണാടിച്ചില്ലാണ് നമ്മുടെ മനസ്സെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറെ തമോ ഗുണങ്ങള് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണാതീതനാവണം എന്ന് മുന്നേ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ കണ്ണാടിച്ചില്ലൊന്നും വേണ്ട, നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ട് ആ നൈർമല്യമുള്ള ആ ഒരു ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഭഗവാനിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ഈ 25 അപ്പൊ നമുക്ക് അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ കുറെ മനസ്സിലാക്കലുകൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ 25ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് മാനാപമാനയോ തുല്യോ മിത്രാരി പക്ഷയോ എന്ന് പറയുന്നുണ്ട്. മാനാഭിമാനങ്ങള് നമുക്ക് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വെപ്രാളം, സങ്കടം, അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ആയല്ലോ, എനിക്ക് അങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് വല്ലാണ്ട് വർക്ക്ടപ്പ് ആവും അല്ലെ. അപ്പം ഇത് ഒരാഴ്ച ഓടുള്ളൂ. ഈ ഒരു സംഭവം ഒരാഴ്ച വരെ ഇങ്ങനെ പറയും, അത് കഴിഞ്ഞാൽ അത് കെടും, അത് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ട് അവർ അവിടെ അപ്പുറം പറയും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനെക്കുറിച്ച് നമ്മളുടെ മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയണത്. എന്തിനാ നിങ്ങൾ ഈ മാനാഭിമാനത്തിനെ കുറിച്ചൊക്കെ അതിനെ തുല്യമായിട്ട് കണക്കാക്കുക? ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു, അവര് ഗംഭീരാട്ടോ, ആയിക്കോട്ടെ ഗംഭീരായിക്കോട്ടെ, ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചു അപ്പൊ നമുക്ക് ഗംഭീരാവാൻ പറ്റി, അങ്ങനെ ചിന്തിക്കുക. അതായത് നമ്മൾ അതിനെക്കുറിച്ച് ഓവർ എക്സൈറ്റഡ് ആയിട്ട് അപ്പത്തേക്ക് നമുക്ക് മറ്റു പല വികാരങ്ങളും നമ്മളിൽ വരും. വേണമെങ്കിൽ ജലസ് വരും, വേണമെങ്കിൽ പ്രൈഡ് വരും, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ വരാൻ മതി. അപ്പൊ അങ്ങനെ അഹങ്കരിക്കേണ്ട, അതും വേണ്ട, വിഷമിക്കും വേണ്ട. അപ്പൊ അതിനെയൊക്കെ തുല്യമായിട്ട് കാണാം. പിന്നെന്താ പറഞ്ഞത്? തുല്യോ മിത്രാരി, ഫ്രണ്ടിനെ ആണെങ്കിലും ശത്രുവിനെ ആണെങ്കിലും ഒരേമാതിരി കാണാം. എന്തിനാ ശത്രുത? നമ്മൾ തന്നെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ അമ്മമ്മയൊക്കെ പറയായിരുന്നു, എന്തിനാ ദേഷ്യം വരണേ, എന്തിനാ ലഹളം കൂടണേ, ഇന്ന് കാണും നാളെ കാണില്ല അല്ലെ, അത്ര തന്നെയല്ലേ ഉള്ളൂ. ആരെന്നെയായാലും ഈ ലോകത്തിലുള്ള ആരെന്നെയാണെങ്കിലും അങ്ങനെയല്ലേ ഉള്ളൂ, എന്തിനാ ശത്രുത? അവരങ്ങനെയാണ്, ആയിക്കോട്ടെ. എന്നിട്ട് അമ്മമ്മ ഞങ്ങളുടെ വീടിന്റെ അമ്പലത്തിന്റെ ബാക്കിൽ ഒരു നരസിംഹമൂർത്തിന്റെ പടം ഉണ്ട്. അപ്പൊ നമ്മള് നരസിംഹമൂർത്തിന്റെ അടുത്ത് എല്ലാവരും അവിടെ കുമ്പിട്ടിട്ടേ പോവുള്ളൂ, പ്രദക്ഷിണം കംപ്ലീറ്റ് ആക്കുള്ളൂ. അപ്പൊ അമ്മമ്മ നമുക്ക് പറഞ്ഞുതരും, ശത്രുവിന്റെ ശത്രുത പോവാനേ പറയാൻ പാടുള്ളൂ, ശത്രു നശിക്കണം എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് കേട്ടോ. അതായത് അവരുടെ മനസ്സിൽ എന്തെങ്കിലും നമ്മളോടൊരു ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ ഭഗവാനെ അത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ മതി. ആരും നശിക്കണം എന്നൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മള് ഒരാൾക്ക് മോശം വരണം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇവിടെ ഭഗവാൻ കുറച്ചും കൂടെ
കടന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമുക്ക് ശത്രു ഇല്ല, നമുക്ക് എല്ലാരും മിത്രാണ്, എല്ലാവരും നമ്മളുടെ കൂടെ ഒരേ മാതിരിയാണ്, നമുക്ക് ശത്രുക്കളേ ഇല്ല, എല്ലാവരുടെയും തുല്യമായിട്ട് കാണാം. അപ്പൊ പിന്നെ ഭഗവാൻ വേറൊരു കാര്യം ആ ഒരു ശ്ലോകത്തിൽ പറയുന്ന സർവാരംഭ പരിത്യാഗി. ഇനി എന്തെങ്കിലും നമ്മള് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? എനിക്ക് എന്തെങ്കിലും നേട്ടം വരും, ഞാന് അമ്പലത്തിൽ പോയിട്ട് ഇത്ര എന്താണ് പ്രദക്ഷിണ വരിക്ക് ഇത്ര കല്ല് ഡൊണേറ്റ് ചെയ്യാണ്, അപ്പൊ എനിക്ക് പുണ്യം കിട്ടും. അപ്പൊ എനിക്ക് പുണ്യം കിട്ടാനല്ല ചെയ്യേണ്ടത്. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെയാണ്. അപ്പൊ ആ ഒരു സമൂഹ സേവ, ആ ഒരു ഇത് ഭംഗിയായാൽ, പ്രദക്ഷിണവരി ഭംഗിയായാല് എല്ലാവർക്കും അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും സുഖമായിട്ട് സൗകര്യമായിട്ട് പ്രദക്ഷിണം വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഭഗവാൻ ഇഷ്ടം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പടി ചവിട്ടിയിട്ട് ഈ ഗുണാതീതനാവാനുള്ള സ്റ്റെപ്പുകളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ ചവിട്ടി ചവിട്ടി നമ്മൾ മുകളിലേക്ക് പോവുക. അപ്പൊ മാനാഭിമാനത്തെ തുല്യമായിട്ട് കാണുക. സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ, ശത്രുക്കളായിട്ട് ആരും തന്നെ വേണ്ട. പിന്നെ അതേമാതിരി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആരുണ്ടോ അവരാണ് ഗുണാതീതൻ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ നമുക്ക് പെരുമാറാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരാണ് ഗുണാതീതൻ എന്നാണ് ആ ശ്ലോകത്തിൽ എനിക്ക് മനസ്സിലായത്. അടുത്ത ശ്ലോകം മാംസയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതി. ഇവിടെ ഭക്തിയോഗമാണ് ഭഗവാൻ പറഞ്ഞിരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ആലോചിക്കണം, ഭക്തിയോഗം ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞ ശേഷം പിന്നെ ഭക്തിയോഗത്തെ കുറിച്ച് തന്നെയാണ് ഭഗവാൻ എടുത്തെടുത്ത് പറയുന്നത്. 12-ാം അധ്യായം കഴിഞ്ഞപ്പോ മുതല് സ്വാമി ഇങ്ങനെ എന്താ പറയാ, എത്ര ഇമ്പോർട്ടന്റ് ആണ് ഭക്തി എന്നുള്ളത് കുറിച്ച് പറഞ്ഞു തരികയാണ്. അപ്പൊ ആരാണോ പരമാത്മാവായ എന്നെ മനസ്സ് പലതില് പോവാതെ ഏകാഗ്രമായിട്ട് ഉള്ള ഭക്തിയോഗേന ഭഗവാനെ ഭജിക്കുന്നത്, അയാള് ഈ ത്രിഗുണങ്ങളെ, അതായത് നമ്മൾ എന്താ ആദ്യം വിചാരിക്കുക, ഞാന് ഭഗവാന്റെയാണ്. പിന്നെ നമ്മളുടെ ഭക്തിയുടെ വളർച്ച അനുസരിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും, അല്ല ഭഗവാൻ എന്റേതാണ്, ഭഗവാൻ എന്റേതാണ്. അങ്ങനെ നമ്മൾ ആ അവസ്ഥയെ കൂടെ കടന്നു പോയാൽ നമുക്ക് മനസ്സിലാവും നമ്മളും ഭഗവാനും തമ്മില് ഒരു വ്യത്യാസവും ഇല്ലാണ്, നമ്മള് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള സത്ത എന്താണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. പക്ഷെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അവ്യഭിചാരിയായ ഭക്തി വേണം. ഇവിടെ അവ്യഭിചാരേണ ഭക്തിയോഗേന എന്ന് പറയുന്നുണ്ട്. അവ്യഭിചാരിയായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ ഗുണാതീത അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതിന് ഏറ്റവും എളുപ്പം ഭക്തിയോഗാണെന്നാണ് ഭഗവാൻ പറയണത്. ജീവിച്ചിരിക്കെ തന്നെ നമുക്ക് ഈ യാത്ര വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ത്രിഗുണങ്ങളെ കടക്കുക, അപ്പൊ ബ്രഹ്മനെ പ്രാപിക്കാം. അപ്പൊ ബ്രഹ്മനെ പ്രാപിക്കാണ് ഉള്ള ഏറ്റവും എളുപ്പ വഴി ഈ അവിഭ്യാചാര ഭക്തി മാത്രം മതി. നമുക്ക് വേറൊന്നും വേണ്ട. ഭക്തി ഉണ്ടോ, ഭഗവാൻ നമ്മളുടെ കൂടെ നമ്മളെ തുണച്ചിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തിയോഗം കൈക്കൊണ്ട ഒരാൾക്ക് നമുക്ക് ആത്മസാക്ഷാത്കാരം വേഗം നേടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് 26-ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. സഗുണാൻ സമിതി തേറ്റാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഭഗവാനിലേക്ക് വേഗം എത്താൻ വേണ്ടി പറ്റുക. അവസാനത്തെ ശ്ലോകമാണ് 27-ാമത്തെ ശ്ലോകം. ബ്രഹ്മനോഹി പ്രതിഷ്ഠാഹം അമൃതസ്യ ശാശ്വതസ്യ ധർമ്മസ്യ സുഖസ്യൈ കാന്തികസ്യ. ഇവിടെ ഭഗവാൻ പറയണെന്ന് വെച്ചാൽ പരമാത്മാവായിട്ടുള്ള എന്നിൽ എങ്ങനെയാണ് ഞാനായിട്ട് മാറുക. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഭഗവാനായിട്ട് മാറണം. ഞാൻ ഭഗവാന്റെയാണ്, ഭഗവാൻ എന്റെയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനായിട്ട് നമ്മൾ മാറണം. 3-ാമത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം.
അപ്പൊ ഒരിക്കലും ഒരു കുറവുമില്ലാത്ത കേവല സുഖസ്വരൂപനായ ആ പരമാത്മാവ് അതൊരു സമുദ്രം പോലെയാണ് അത്രേ. ഭഗവാനെ പറഞ്ഞിരിക്കുന്നത് ഒരു സമുദ്രം പോലെ, അത്രയും വലിയ ഒരു കറക്റ്റ് വേർഡ് കിട്ടുന്നില്ലല്ലോ, സമുദ്രമാണെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ഭക്തി കൊണ്ട്, അതായത് ഭക്തി എന്ന് പറഞ്ഞാൽ വളരെ തണുത്ത, വളരെ എന്താ പറയാ, വളരെ വളരെ മെല്ലെ, വളരെ തണുത്ത, വളരെ നനുത്ത ഒരു സംഭവം. അപ്പം ഈ ഭക്തി കൊണ്ട് നമുക്ക് ഈ സമുദ്രത്തെ പ്രാപിക്കാൻ പറ്റും എന്നാ പറയണത്. അപ്പം ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തുമ്പോൾ നമ്മള് ഭഗവാനെ ഭജിച്ച്, ഭഗവാൻ മാത്രമേ നമുക്കുള്ളൂ, നമ്മളും ഭഗവാനും തമ്മിൽ വേറെ വ്യത്യാസം ഒന്നുമില്ല, ഭഗവാനാണ് എൻ്റെ എല്ലാം, ഞാൻ ചെയ്യുന്നതെല്ലാം ഭഗവാനെ. ഞാൻ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഭഗവാന് കൊടുക്കുകയാണ്, ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ഭഗവാൻ എനിക്ക് തന്നതാണ്, ഞാൻ ആരെക്കുറിച്ചും ഒന്നും മോശമായി ചിന്തിക്കുന്നില്ല, ഈ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഭഗവാനുമായിട്ട് മാത്രം ഒട്ടിച്ചു വെച്ച് എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി മാത്രം ചെയ്യാം. അപ്പം അപ്പത്തേക്ക് നമ്മൾ ഭക്തിയുടെ ഒരു ഉന്നത തലത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ എപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റും, അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഞാൻ ഭഗവാനാ വെള്ളം കൊടുക്കണമെന്ന് നമുക്ക് തോന്നില്ലേ, ഞാൻ അയാൾക്ക് വെള്ളം കൊടുത്തു എന്നേ നമുക്ക് തോന്നുള്ളൂ. അപ്പൊ നമ്മളുടെ മാനസികമായിട്ട് നമ്മൾ അത്രയധികം ഉയരണം. ആ ഉന്നത തലത്തിലെത്തുമ്പം ഭഗവാൻ തന്നെ നമ്മളെ വന്നിട്ട് നമ്മുടെ കൈപിടിച്ച് നമ്മളെ ഭഗവാനിലേക്ക് ചേർക്കും. അങ്ങനെ ഭഗവാനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഭഗവാൻ വരുമ്പോ, ഇപ്പം ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് വന്നു, ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് വന്നു, അല്ലെ, ഇങ്ങനെ പല അവതാരങ്ങളായിട്ടാണ് വന്നത് ഭഗവാൻ. അപ്പൊ ആദ്യം ഭഗവാൻ ഒരു രൂപത്തെ നമുക്ക് കാണിച്ചു തരും. എന്തിനാ ഈ രൂപത്തെ കാണിക്കണത്? ഈ രൂപത്തെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരാണ് ആ പരബ്രഹ്മം എന്ന് മനസ്സിലാക്കാൻ ഉള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരില്ല. അപ്പൊ ആ ഒരു രൂപം, അങ്ങനെ ആ രൂപത്തെ നമ്മള് ധ്യാനിച്ച് രൂപത്തോടൊപ്പം രൂപം പറയുന്നത് കേട്ട് അങ്ങനെ ആ കേൾക്കുമ്പോ തന്നെ നമുക്കുണ്ടാവുന്ന പരിവർത്തനമാണ് നമ്മളെ പരബ്രഹ്മത്തിൽ എത്തിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാൻ നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവ് നമുക്ക് വന്ന് കുറെ ഉപദേശങ്ങൾ തന്നു. ആ ഉപദേശങ്ങൾ നമ്മൾ കേട്ടു, നമ്മൾ മനനം ചെയ്തു, നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോ നമുക്ക് മാനസികമായും ശാരീരികമായും സ്പിരിച്വലായും മെന്റലായും ഒക്കെ നമുക്ക് ചേഞ്ചസ് വന്നു. ആ പോസിറ്റീവ് ചേഞ്ചസ് നമ്മളെ ഭഗവാനിലെത്തിക്കും, പരബ്രഹ്മത്തിലെത്തിക്കും. അപ്പൊ ആ ഉന്നത തലത്തിലെത്തുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മളും ഭഗവാനും ഒന്നു തന്നെയാണ്. എൻ്റെ മുന്നിലെത്തിയത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു ശ്ലോകത്തോടെയാണ് ഗുണത്രയ വിഭാഗ യോഗം എന്ന ഈ അധ്യായം സംഹരിക്കുന്നത്. മുമ്പുള്ള അധ്യായത്തിലൊക്കെ ഭഗവാൻ ക്ഷേത്രജ്ഞനെ കുറിച്ച് അധികം പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരമാണ്, അല്ലെ? അപ്പൊ ക്ഷേത്രത്തെ അറിയണമെങ്കിൽ ഇതിന്റെ കാതലായ ഗുണം അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് 3 ഗുണം ആ ഒരു ഇത് ഭഗവാൻ പറഞ്ഞുകൊണ്ടാണ് പിന്നെ ത്രിഗുണങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ത്രിഗുണങ്ങൾ പ്രകൃതിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഈ ത്രിഗുണങ്ങൾ നമ്മളിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊന്നും എന്താ പറയാ, ഇതൊന്നും താനല്ല, ഇതൊക്കെ ഒരു തോന്നലാണ്, ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്ന ആ വ്യക്തിബോധത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാനാകുന്ന ആത്മാവിൽ നിന്ന്, ജീവാത്മാവിൽ നിന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ ഈ ഗുണാതീതനായിട്ടുള്ള മുന്നേ പറഞ്ഞ അവിഭാജ്യ ഭക്തിയോടെ നമ്മള് ഭഗവാനെ പ്രാപിക്കും. ഭഗവാനെ അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജീവിതമില്ല, പിന്നെ നമ്മൾ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞു. അപ്പൊ എങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്താം, എങ്ങനെ ഭഗവാനെ നമുക്ക് ഞാൻ ഭഗവാന്റെയാണ്, ഭഗവാൻ എന്റെയാണ്, ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള തലത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താമെന്ന് ഭഗവാൻ വളരെ
ലളിതമായിട്ട് പറഞ്ഞുതരാണ്. അപ്പൊ ഈ ഗുണാതീതനാവാൻ 3 ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെ നമുക്ക് പറഞ്ഞു തന്നെ എന്താ വെച്ചാല് നമ്മള് ഈ ഗുണങ്ങളെ മറികടന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ശരിയായ സ്വരൂപം കിട്ടുള്ളൂ. ഭഗവത് സ്വരൂപം കിട്ടണമെങ്കിൽ, ഭഗവാന്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗുണാതീതനാവണം. അങ്ങനെ ഗുണാതീതനായി കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമവും ഇല്ല. ഭഗവാൻ നമ്മളെ ചേർത്തോളും ഭഗവാന്റെ അടുത്തേക്ക്. അപ്പൊ ആ രൂപധ്യാനമൊക്കെ പോയി നമ്മള് ഭഗവാൻ ആ സാക്ഷാത് പരബ്രഹ്മത്തിലേക്ക്, ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ആ ഒരു ഐക്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത്. എൻ്റെ ചെറിയ അറിവ് ഞാൻ പങ്കിട്ടതാണ്. ഹരിയോം. ഒരുപാട് പേർക്ക് ഒരുപാട് വിധം എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ ഒരു അവസരം തന്നതിന് നന്ദി. ഹരിയോം. ഹരിയോം ഗംഗാക്ക. വളരെ നന്നായിട്ട്, വളരെ ഭംഗിയായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ബാക്കപ്പ് എക്സ്പ്ലനേഷൻ ആയിട്ടിരിക്കുന്ന രമാക്ക. ഹരിയോം രമാക്ക. അക്കയ്ക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഹരിയോം. ഇവിടെ വളരെ വളരെ ഭംഗിയായിട്ട് സ്ഫുടമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ എല്ലാവരും തന്നെ ഈ ഒരു അധ്യായം. അപ്പൊ ഇതിലൊന്നും പറയാനില്ല. എന്നാലും എന്നെ വിളിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും പറയണ്ടേ? പറയാം. അപ്പൊ എന്താ നമ്മളിപ്പോ ഇവിടെ ഈ ഒരു അധ്യായം കൊണ്ട് മനസ്സിലാക്കിയത്? ആ ത്രിഗുണങ്ങളാണ് നമ്മുടെ മനസ്സില് എല്ലാവരിലും തന്നെയുള്ള ആ സത്വ രജസ് തമോ ഗുണങ്ങൾ അല്ലെ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഗുണങ്ങൾ നമുക്കറിയാം. സാത്വിക ഭാവം എങ്ങനെയാണ്, രജോ ഗുണം വന്നാൽ എങ്ങനെയാണ്, പിന്നെ തമോ ഗുണം എന്താണ് നമുക്ക് ചെയ്യുന്നത്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ വരുമ്പോഴും ഭഗവാൻ എന്താണ് പറയുന്നത്? നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഏത് വന്നാലും ഒരു ഗുണാതീതനായിരിക്കുന്ന, എല്ലാം തികഞ്ഞ ഒരു ചിന്തകന്, ഒരു സർവജ്ഞാനിക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. വരുന്നു, പോകുന്നു. അപ്പൊ നമുക്കൊരു പനി വന്നു, നമ്മൾ എന്നും സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല അല്ലെ. ഒരു പനി വന്നു, അതാ വന്നു, മരുന്ന് കഴിച്ചു, അത് പോകുന്നു. അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ച് അതിനെ ഒരുപാട് വഷളാക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ പല കാര്യങ്ങളും നമ്മളിൽ വരുന്നു. ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ പറയും സാക്ഷീഭാവത്തിൽ ഇരിക്കുക, ഒന്നിനും പ്രതികരണം വേണ്ട എന്നൊക്കെ യോഗയില് അല്ലെ. അതാണ് പലതും നമ്മൾ ശബ്ദങ്ങൾ കേൾക്കുന്നു, ഉള്ളിലുള്ള ശബ്ദങ്ങളെ കേൾക്കുന്നു. ഒരു യോഗിയായിട്ടുള്ള ആൾ എന്താണ് ചെയ്യുന്നത്? ഇതിലൊന്നും ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല. എല്ലാം വരുന്നു, നല്ലത് വരുന്നു. നല്ലത് വരുമ്പോഴും കുറെ അടിച്ചു പൊളിക്കാനോ ആഹ്ലാദിക്കാനോ നിൽക്കുന്നില്ല. ഇനി ആ ദുഃഖങ്ങളാണോ വന്നത്? അതിനും ഒരു ദുഃഖഭാവത്തിലിരിക്കാനും ഒന്നും അവർക്ക് കഴിയില്ല. കാരണം അവര് മനസ്സിലാക്കിയിരിക്കുന്നു ഇതൊക്കെ കാലം നമ്മളെ ഓരോ കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് ഇതിലൊന്നും ഒരു ബാധ്യതയുമില്ല. വരുന്നു, പോകുന്നു, വരുന്നവര് വരട്ടെ. ഇനിയിപ്പോ ഒരാൾ കുറെ ചീത്ത പറഞ്ഞു, സാരമില്ല. കുറെ നമ്മൾ ചിന്തിക്കാൻ സാധിക്കും, എനിക്കത് കേൾക്കണമായിരുന്നു, അത് ഈശ്വരന്റെ നിയോഗം എന്ന് വിചാരിച്ചാൽ നമുക്ക് അയാളോട് ഒരു ദേഷ്യവും തോന്നില്ല അല്ലെ. അതുപോലെ ചിലവര് കാണാൻ കുറെ സ്തുതിക്കും. ആ സ്തുതിയും നമ്മൾ ഭഗവാൻ തന്നത് കൊണ്ട് അവര് സ്തുതിച്ചോട്ടെ. അതില് നമ്മൾ അർഹനാണോ എന്ന് ഭഗവാനോട് നമുക്ക് ചോദിക്കാം. അവര് സ്തുതിക്കുമ്പോ നമ്മൾ അതിന് യോഗ്യന്മാരാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ അതിലങ്ങട് ഉയർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു 3 കാര്യങ്ങളെ, സത്വ രജസ് തമോ ഗുണങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ജീവിത ശൈലി കൊണ്ട്, സത്സംഗങ്ങളെ കൊണ്ട്, ഭക്തി മാർഗങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഉയർത്തി അതിൽ നിന്നൊക്കെ മോചിതരാവാൻ ശ്രമിക്കുക. സത്വഗുണം നമുക്ക് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. രജോ ഗുണം വരുമ്പോ അതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ എങ്ങനെ സാധിക്കും? അത് ഒന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ദേഷ്യം വന്നു, അയാളോട് തല്ലൂടാൻ പോവാതെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ ആ ഭഗവാനെ പറ്റി ഭഗവാനെ ഒന്ന് കൂട്ടുപിടിക്കുമ്പോ നമുക്ക് അതിനൊരു സാത്വിക ഭാവം നമുക്ക് തനിയെ വന്നു ചേരും.
അതുപോലെ തന്നെ തമോ ഗുണങ്ങളും. എന്നിട്ട് എന്താണ്, ഭക്തി കൂടിക്കൂടി നമുക്ക് തന്നെ നോക്കൂ, ഇപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു സത്സംഗങ്ങളിലൊക്കെ ചേർന്ന് കഴിഞ്ഞ് കുറച്ചൊക്കെ ജ്ഞാനം, കുറച്ചെന്നേ പറയാൻ പറ്റുള്ളൂ, 1% ജ്ഞാനം വന്നു കഴിയുമ്പോ ഇപ്പൊ നോക്കൂ, ഒന്നിനോടും മോഹം തോന്നുന്നില്ല. എന്താ അത് കാരണം? നമ്മൾ ഇത്തിരിയൊക്കെ ഒരു ജ്ഞാനികളായി മാറുകയാണ്. അപ്പൊ എന്ത് സ്വർണം, എന്ത് കല്ല്, എന്ത് ഭക്ഷണം, ഒന്നിനും നമുക്ക് വിശക്കുമ്പോ ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ നമുക്ക് നല്ല രുചികരമായി കഴിക്കണം, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, വേണ്ടുവോളം വയറ് നിറയെ കഴിക്കണം ഒന്നുള്ള ചിന്തകൾ നമുക്കിപ്പോ വരുന്നില്ല. വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കുക. ഇപ്പൊ സ്വർണത്തിനോടായാലും പൈസയോടായാലും അമിതമായ ഒരു പ്രാധാന്യം കൊടുക്കാതെ, ഒരു എന്താ പറയാ, അങ്ങനെ പ്രധാനം കൊടുത്തുകൊണ്ട് അതിനെ ചിന്തിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടെന്നും കാര്യം നമ്മുടെ ജീവിതം ഇങ്ങനെ സുഖ സന്തോഷാദികളായിക്കൊണ്ട് ആയുരാരോഗ്യത്തോടെ പോകാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ചിന്ത, അല്ലെ? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരാൾ പണം തന്നു നമുക്ക് സന്തോഷമല്ല, പക്ഷെ നേരെ മറിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അതിയായ സന്തോഷം. അതുപോലെ നർമ്മസല്ലാപങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു പങ്കുചേരലും ആ ഒരു എല്ലാവരുമായിട്ടുള്ള സന്തോഷം പങ്കുവെക്കുമ്പോ നമുക്കൊരു സന്തോഷവും സമാധാനവും കിട്ടുന്നു. ഇപ്പൊ യോഗയിൽ തന്നെ നമുക്ക് വന്നിട്ട് അറിയാം, ഇവിടെ എല്ലാവരെയും കാണുമ്പോ തന്നെ രാവിലെ എല്ലാവരെയും കാണുമ്പോ തന്നെ ഒരു പ്രത്യേക സന്തോഷം നമുക്ക് വരും, അല്ലെ? അതുപോലെ തന്നെയാണ് ഭഗവാന്റെ രൂപത്തെ പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കൂ, നമ്മുടെ ഓരോ അണ്ണന്മാരെയോ അക്കമാരെയോ കാണാൻ സാധിക്കുന്നില്ല, നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പൊ നമുക്ക് എന്താ, നമ്മളൊരു മെഷീൻ പോലെ ചെയ്യുന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഓരോ അണ്ണന്മാര് ചെയ്യുന്ന ആ യോഗാസനങ്ങളും അതുപോലെ അക്കമാരുടെ ആ സ്തുതികളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോ നമുക്ക് ഉള്ളില് ആ രൂപം കാണുമ്പോഴുള്ള ഒരു സന്തോഷം വേറെയാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നു, ആ ഭഗവാനെ അവിടെ കാണുമ്പോ ആ രൂപം നമുക്ക് എന്നും നമ്മുടെ മനസ്സിൽ ഓർക്കാൻ സാധിക്കുന്നു. അതുവഴി നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പൊ അന്നൊരു ഗുരുവായൂര് കണ്ടാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള ആ ഭഗവാന്റെ രൂപം കണ്ണടച്ചാൽ നമുക്കതിങ്ങനെ കാണുമ്പോ എന്താ ഒരു കോരിത്തരിക്കല്, ആ ഒരു സന്തോഷല്ലേ. അപ്പൊ അതിനൊക്കെ ഈ ഭക്തിമാർഗങ്ങള് സത്സംഗങ്ങളൊക്കെ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. അവിടെയും ചില അന്യായങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും, ചില ദുഷ്ചിന്തകളൊക്കെ വരും. അത് വന്നോട്ടെ, നമ്മൾ അതിനെ പരിഗണിക്കേണ്ട, അത് വരുന്നു പോകുന്നു. നമ്മൾ ധ്യാനം ചെയ്യുമ്പോഴും പറയാറുണ്ട്, കണ്ണടച്ച് ധ്യാനത്തിൽ ഇരുന്ന പല ചിന്തകളെ വേണ്ടാത്തതേ വരുള്ളൂ. അതൊക്കെ വരുമ്പോ എന്താണ്, നമ്മൾ അത് കളയാൻ വേണ്ടിയിട്ട് ആ ധ്യാനത്തെ മുടക്കൊന്നും വേണ്ട. അത് വന്നോട്ടെ, പൊക്കോട്ടെ, വന്നവരൊക്കെ വന്ന പോലെ പോവും. നമ്മളും അതെ ഇവിടേക്ക് വന്നിരിക്കുകയാണ് വിരുന്നുകാരായിട്ട്. കുറച്ച് കഴിയുമ്പോ നമുക്കും ഒക്കെ പോണല്ലേ, ഒന്നും കൊണ്ടുപോണില്ല, വരുമ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ അതേ സ്ഥിതിയാണ് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു സാത്വിക ഭാവത്തില് ആവാൻ ശ്രമിക്കുക. അതാണ് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മസ്ഥിതിയിലേക്ക് എത്തുക, ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ എത്തിച്ചേരുക എന്നൊക്കെ പറയണത് അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. നമുക്ക് തോന്നും നാളെ തൊട്ട് ഞാൻ 4 നാമം ചൊല്ലി അവിടെ എത്താനൊന്നും പറ്റില്ല. അതിന് ഒരുപാട് നിയന്ത്രണം വേണം, ഒരുപാട് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എപ്പോഴും നമുക്ക് കുറച്ചൊക്കെ ആയിട്ടുണ്ട്, അല്ലെ? നമുക്ക് തോന്നുന്നില്ലേ അങ്ങനെ നമുക്കൊരു അത്യാഗ്രഹമോ മോഹങ്ങളോ എല്ലാം വിട്ടുപോയിരിക്കുന്നു? അതൊക്കെ ഇതിന്റെ ഒരു കാരണമായിരിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ നല്ല ചിന്തകൾ വരട്ടെ, ഭഗവാനിലേക്ക് നല്ലപോലെ അടുക്കാൻ സാധിക്കട്ടെ. നല്ല സാത്വിക ഭാവം വന്നുകൊണ്ട് നമ്മൾ അന്യോന്യം സ്നേഹിക്കാനും പിന്നെ സഹായിക്കാനും മാത്രമുള്ള ഒരു ശക്തി മാത്രം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞത് ഇവിടെ നിർത്തുകയാണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഈ മമത സ്നേഹങ്ങളൊക്കെ, മക്കള്, എന്റെ മോൻ, എന്റെ വീട്, എന്റെ ഇത്, അതൊക്കെ ഒന്ന് സ്വല്പം മാറ്റി കൊണ്ടുവരിക. മക്കള് നമ്മുടെ മക്കളായാലും അവർക്ക് അവരുടേതായ ചിന്താഗതികളും അവർക്ക് ഉണ്ട്, അവര് മുന്നോട്ട് പോയിക്കോളും. നമ്മൾ അതിനൊപ്പം നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ലൈനിൽ കൂടെ പോവാ. ഇടയ്ക്കൊരു തിരിഞ്ഞുനോട്ടം അങ്ങോട്ടും വേണം, എന്നാലും കൂടുതലായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിഞ്ഞ് പോയാൽ നമുക്ക് ശാശ്വത
ശാശ്വതമായ നല്ലൊരു ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാം, ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാം, സന്തോഷവും സമാധാനവും ആയുരാരോഗ്യവും കൈവരിക്കാം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തൊക്കെയോ പറഞ്ഞു. ഹരിയും ഹരിയും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് രമാക്കയും പറഞ്ഞത്. അപ്പോ ഗോപകുമാർ അണ്ണൻ പറഞ്ഞു, അതുപോലെ തന്നെ ഗംഗ അക്ക പറഞ്ഞു, ഇപ്പൊ ദാ രമാക്കയും പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം എനിക്ക് മനസ്സിലായത്, പ്രപഞ്ചത്തിന്റെ പിതാവ് ഭഗവാനും പരമാത്മാവ്, മാതാവ് മഹത്തായ പ്രകൃതിയുമാണ്. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും പ്രകൃതി ജന്യങ്ങളാണ്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ജ്ഞാനവും, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ മനസംഘർഷവും, തമോ ഗുണം വർദ്ധിക്കുമ്പോൾ തെറ്റിദ്ധാരണയും ഉണ്ടാകുന്നു. 3 ഗുണങ്ങളിൽ നിന്നും അതീതനായവൻ, അതായത് ഗുണാതീതൻ പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു. നമുക്ക് അതിലാണ് എത്തിച്ചേരാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് 3 പേരും, ഗോപകുമാർ അണ്ണനും ഗംഗാക്കയും രമാക്കയും ഇവിടെ വിശദീകരിച്ചു തന്നു. സന്തോഷം. അപ്പോൾ 137 ദിനമായ ഇന്ന് ഭഗവത്ഗീതയുടെ 14 ചാപ്റ്റർ, 14 അധ്യായം ഗുണത്രയ വിഭാഗ യോഗം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത ചാൻഡിങ് ഗൈഡൻസ്, ചാൻഡിങ് റിവിഷൻ നടത്തിയ ശ്ലോകം 13 മുതൽ 15 വരെ ഓമന CK അക്ക, അതുപോലെ 16 മുതൽ 18 വരെ ചെയ്തത് മൃദുല അക്ക, അതുപോലെ 19 മുതൽ 21 വരെ ചെയ്തത് നമ്മുടെ ഓമനക്കുട്ടി അക്ക. വളരെ ഭംഗിയായിട്ട് അവര് അത് നിർവഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ചാൻഡിങ് ഗൈഡൻസ് ചെയ്തു തന്നത് സരോജിനിയൊക്കെയാണ്. ഹരിയോം സരോജിനിയക്ക. 22, 23, 24 റെപ്പിറ്റേഷൻ ഓഫ് ചാൻഡിങ് ചെയ്തത് പാർവതിയൊക്കെയാണ്. അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ അണ്ണനാണ്. ഹരിയോം ഹരിയോം. അതുപോലെ 25, 26, 27 എന്നീ ശ്ലോകങ്ങൾ റെപ്പിറ്റേഷൻ ഓഫ് ചാൻഡിങ് നടത്തിയത് സരസ്വതിയാറൊക്കെയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട ഗംഗാ രാജേന്ദ്രനൊക്കെയാണ്. ഹരിയോം ഹരിയോം. അതുപോലെ ബാക്കപ്പ് ആയിട്ട് ചാൻഡിങ് റെപ്പിറ്റേഷന് വേണ്ടിയിട്ട് കാത്തിരുന്നത് ഗൗരി ദേവി ഒക്കെയാണ്. അക്കയ്ക്കും ഹരിയോം. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ബാക്കപ്പ് ചെയ്തു തന്നു. ഇപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു. രമാക്കയ്ക്കും ഹരിയോം. എല്ലാം വളരെ ഭംഗിയായിട്ട് മംഗളമായിട്ട് പര്യവസാനിച്ചിരിക്കുന്നു ഗുണത്രയ വിഭാഗ യോഗം. അപ്പോ നമുക്ക് എല്ലാവർക്കും നേരെ ഇരിക്കാം. ലോക കല്യാണ മന്ത്രത്തിനായി ഒരുങ്ങാം. എല്ലാവരും നിവർന്നിരിക്കട്ടെ. കൈകൾ നമസ്കാര സ്ഥിതിയിൽ, കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. നേരിയ പുഞ്ചിരി ഉണ്ടാവട്ടെ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ യോഗ ബന്ധുക്കൾക്കും പ്രത്യേകം നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു. ഹരിയോം. ഇന്നത്തെ ഈ ഭഗവത്ഗീത ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം.